നമസ്കാരം. റീസണിങ്ങിന്റെ പുതിയൊരു അനാലിസിസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അനാലിസിസിന്റെ, അതായത് ഇപ്പോൾ നടന്ന മറ്റ് സെഷനുകളുടെ അനാലിസിസിന്റെ ഒരു രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മളുടെ മാത്സിന്റെ ഒരു 3 ക്ലാസ് അനാലിസിസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ GKയും സയൻസും കൂടെ ചേർത്തിട്ടുള്ള ഒരു 2 അനാലിസിസ് വന്നു. അപ്പോൾ റീസണിങ്ങിന്റെ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ വളരെ കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ്ങിൽ ചോദിച്ചിട്ടുള്ളത്. 30 മാർക്കാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് നമ്മളെ നമ്മൾ ഇട്ടിരിക്കുന്ന ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. ആ ഒരു ഓർഡറിൽ തന്നെയാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, എക്സാംസ് വന്നിരിക്കുന്നത്. നിങ്ങൾ കൃത്യമായി പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു എക്സാം തന്നെയാണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 1-2 കാര്യങ്ങളോട് നിങ്ങളെ സൂചിപ്പിക്കാം. ചില ആളുകൾ നമ്മുടെ അനാലിസിസ് ക്ലാസ്സുകളാണ് ഫസ്റ്റ് വന്ന് കാണുന്നത്. അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് ചിലപ്പം ഒരുപക്ഷെ മനസ്സിലായി എന്ന് വരില്ല. നിങ്ങൾ ആദ്യം നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. ഏകദേശം 120ഓളം ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് റെയിൽവേയുടെ തന്നെ. അപ്പോൾ ആദ്യം ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം എന്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അനാലിസിസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യനുകളുടെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അനാലിസിസ് ചെയ്യുന്നത്. ടഫാണോ സിമ്പിൾ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടും അനാലിസിസിന്റെ ക്ലാസ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബേസിക് ക്ലാസ്സുകൾ കണ്ട് ബേസിക് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ കാര്യം ആരും മറക്കരുത്. പിന്നെ ചിലർ കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, സാർ ഫിസിക്സിന്റെ ക്ലാസ് അതേപോലെ തന്നെ കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾ ഒക്കെ ആവശ്യമായിട്ട് ചിലർ ചോദിച്ചിട്ടുണ്ട്. ആ കമന്റുകൾ കണ്ടു. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സുകൾ തരും. ഫിസിക്സിന്റെ പ്രോബ്ലംസ് അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ ഇക്വേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് തരും. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ചെന്നൈ സോണിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന 8-ാം തീയതി ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ 8-ാം തീയതിക്ക് ശേഷം ആ സോണിന്റെ പരീക്ഷയുടെ ആദ്യത്തെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കൂടാതെ നമുക്ക് ഇനി കടന്നു പോകുന്ന വീഡിയോസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇനി ദിശ അക്കാഡമി ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് SSCയുടെ മാത്സിന്റെ ബേസിക് ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാ കൈൻഡ് ഓഫ് എക്സാംസിനും നിങ്ങൾക്കറിയാം മാത്സ് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ റെയിൽവേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ SSC ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഇപ്പോൾ എക്സാം വരുന്നുണ്ടല്ലോ. ഈ എക്സാംസ് ഒക്കെ നിങ്ങൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള മാത്സ് ഓർഡർലി നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ആ SSC ടൈറ്റിൽ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. മാത്സിന്റെ സീരീസ് ക്ലാസ്സുകൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ടും പ്രയോജനം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് റെയിൽവേയുടെ എക്സാമിനും അത് പ്രയോജനം ചെയ്യും. ആ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഈ വീഡിയോസ് എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ അനാലിസിസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, നമ്മൾ പറഞ്ഞത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്, വലിയ ടഫ് ഒന്നുമില്ല. എങ്കിലും ചില ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സെലക്ട് ദ നമ്പർ ഫ്രം എമോങ് ദ ഗിവൺ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം 51, 54, 61-87. ഞാനിവിടെ ഓപ്ഷൻ തന്നിട്ടില്ല കേട്ടോ. ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ പിക്ക് ചെയ്ത് കുറെ കൂടെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞില്ല, ക്വസ്റ്റ്യൻ കട്ട് ചെയ്ത് എടുക്കുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ക്വസ്റ്റ്യൻസ് മാത്രമായി പോകുന്നത്. എല്ലാവരും ഒന്ന് സഹകരിക്കുക. ദെൻ 51, 50 നമ്മൾ ഡിഫറൻസ് ആണല്ലോ, ഒരു നമ്പർ സീരീസ് കണ്ട ആദ്യം എന്താണ് നമ്മൾ നോക്കേണ്ടത്, ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചെറിയ ഡിഫറൻസ് ആണ്. എത്രന്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്? 3ന്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എത്രന്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്? 7ന്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എത്രയാണെന്ന് അറിയാമെങ്കിൽ ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 3, 7 എന്നൊക്കെയുള്ള നമ്പറുകൾ നോക്കുമ്പോൾ പല പ്രത്യേകതയുണ്ട്. പ്രൈം നമ്പർ ആണെന്ന് പറയാം, വേണമെങ്കിൽ ഓഡ് നമ്പർ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിലെ ഒരു നമ്പർ ഇട്ട് കൊടുത്തത് വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് 11 കൊടുക്കുന്നു. അപ്പോൾ എന്താ, 61 + 11. 61 + 11 വരുമ്പോൾ എന്താ വരുന്നത്? 72. ഓപ്ഷനിൽ 72 എന്ന് പറഞ്ഞ ആൻസർ ഉണ്ട്. ഞാനത് ഇവിടെ എഴുതുന്നു 72. ദെൻ 72 ഇവിടെ അപ്പോൾ എന്താണ്, 72ന്റെ കൂടെ 87 - 72 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 15 ഈസ് ദ ആൻസർ. അപ്പോൾ ഇവിടെ 15 ആണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അടുത്ത 87. അപ്പോൾ ഇങ്ങനെയാണ് ആ നമ്പർ പാറ്റേൺ വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, 3ഉം 7ഉം തമ്മിൽ 4ന്റെ ഡിഫറൻസ്, 7ഉം 11ഉം തമ്മിൽ 4ന്റെ ഡിഫറൻസ്, 11ഉം 15ഉം തമ്മിൽ 4ന്റെ ഡിഫറൻസ്. അതായത് ഡിഫറൻസുകൾ തമ്മിൽ കൃത്യമായി ഒരു യുണീക്ക് ആയിട്ടുള്ള നമ്പറിന്റെ ഡിഫറൻസ് കാണാൻ സാധിച്ചില്ലേ? അപ്പോൾ ഞാനിവിടെ ഓപ്ഷൻ തന്നിട്ടില്ല. ഈ ആൻസർ ഞാൻ ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്തിട്ടതാണ്. അപ്പോൾ 72 ഇവിടെ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്താണ്, ഡിഫറൻസുകൾ തമ്മിൽ 4ന്റെ ഡിഫറൻസ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മളൊരു നമ്പർ സീരീസ് കണ്ടാൽ ആദ്യം ഡിഫറൻസുകൾ നോക്കുക. ഡിഫറൻസുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്ന കാര്യം മറന്നു പോരുത്. അതിനുവേണ്ടി ഈ ക്വസ്റ്റ്യൻ ചെയ്തു. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ്? ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഓക്കെ, ചിന്മയ് സ്റ്റാർട്ട്സ് ജേർണി ഫ്രം ഹിസ് ഹോം ഫേസിംഗ് ദി ഈസ്റ്റ്. നമുക്കൊന്ന് വരച്ചു നോക്കാം. എന്താണ്, ഈസ്റ്റ് ആണ് ഫേസ് ചെയ്യുന്നത് അല്ലെ? അപ്പം നമ്മുടെ VNS എല്ലാവർക്കും അറിയാലോ, VNS. ഓക്കെ, എന്താണ് ചിന്മയ് സ്റ്റാർട്ട്സ് ജേർണി ഫേസിംഗ് ഈസ്റ്റ്.
ഈസ്റ്റിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്, ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ചിന്മയ് സ്റ്റാർട്ട്സ് ജേർണി ഈസ്റ്റിലോ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഈസ്റ്റിലോട്ട് വി എന്നെ ഓർത്ത് വെച്ചാൽ മതി. ഈസ്റ്റിലോട്ട് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. ആഫ്റ്റർ വാക്കിംഗ് സം ഡിസ്റ്റൻസ് ഹി ടേൺസ് ടു ദ നോർത്ത്, നോർത്തിലേക്ക് ടേൺ ചെയ്യുന്നു. ഓക്കെ, ഹി കണ്ടിന്യൂ വാക്കിംഗ് ടുവേർഡ്സ് നോർത്ത് ആൻഡ് ടേക്സ് റൈറ്റ്. നോർത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുടെ റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർത്തിലോട്ട് പോകുന്നതായിട്ട് ചിന്തിക്കുക. അപ്പൊ നമ്മുടെ റൈറ്റ് ഏതാ, ഇങ്ങോട്ടാണ് പോകുന്നത്. ടേൺസ് ടു നോർത്ത് ആൻഡ് റൈറ്റ് ടേൺ. ആഫ്റ്റർ വാക്കിംഗ് സം ഡിസ്റ്റൻസ്, അതായത് ഇപ്പൊ വീണ്ടും ഈസ്റ്റിലോട്ട് തന്നെയാണ് പോകുന്നത്. ആൻഡ് ഹി ടേക്സ് എ റൈറ്റ് ടേൺ, വീണ്ടും ഒരു റൈറ്റ് ടേൺ ആണ് എടുത്തിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈസ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ റൈറ്റ് ടേൺ എന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ്. നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ചിന്മയ് ഫേസിങ്. അപ്പൊ ഇപ്പൊ ഏത് ഡയറക്ഷനാണ് ചിന്മയ് ഫേസ് ചെയ്യുന്നത്? സൗത്ത് അല്ലേ ആൻസർ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. എന്താണ്? സൗത്ത് ഈസ് ദ ആൻസർ. അപ്പോൾ ഞാൻ ഓപ്ഷൻ തന്നിട്ടില്ല, നിങ്ങൾ വരച്ചു നോക്കിയാൽ മതി, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും. ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം അതിന്റെ ഒരു ലെവൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ബോയ് ഇസിക്കൽ ടു 42. നമുക്ക് നോക്കാം ബിയുടെ എന്താണ് വന്നിരിക്കുന്നത്. ബിയുടെ വന്നിരിക്കുന്നത് 2 ആണ്. ഞാൻ അതുകൊണ്ടാണ് ഈ ആൽഫബറ്റിന്റെ പൊസിഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നമുക്ക് എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി. 15. വൈയുടെ എന്താണ് നമുക്ക് വന്നിരിക്കുന്നത്? 25. നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? നമുക്ക് പ്ലേസ് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ തന്നെ 42 വരുന്നുണ്ട്. ആറിന്റെ എന്താണ്? ആറിന്റെ പ്ലേസ് വാല്യൂ നമുക്ക് വരുന്നത് 18 ആണ്. എയുടേത് 1 ആണ്. ഐയുടേത് 9 ആണ്. എന്നിൻ്റെത് 14 ആണ്. കൂട്ടി നോക്കൂ, 10, 18, 14 കൂട്ടുമ്പോൾ നമുക്ക് എത്ര തന്നെ വരുന്നുണ്ട്? 42 എന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം എഫിന്റെ എന്താണ്? ഐയുടെ എന്താണ്? എന്നിന്റെ എന്താണ്? എസിന്റെ എന്താണ്? എച്ചിന്റെ എന്താണ്? എഫിന്റെ എന്ത് വരും? എഫിന്റെ 6. ഐയുടെ എന്ത് വരും? 9 വരും. എന്നിന്റെ എന്ത് വരും? 14 വരും. എസിന്റെ എന്ത് വരും? പറഞ്ഞ്, എസിന്റെ നമുക്ക് വരുന്നത് 19 വരും. എച്ചിന്റെ എന്ത് വരും? എച്ചിന്റെ വരുന്നത് 8. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഉത്തരം വരും. എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്ക് നിങ്ങൾ. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 14 പ്ലസ് 9, 28, 28 again 40. അപ്പം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ വരുന്നത് 28, 28 എന്ത് വരും? 6. 56 is the answer. 56 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 56 ആണ്. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഓരോന്നിന്റെയും പ്ലേസ് വാല്യൂസ് എടുക്കുന്നു, എന്ത് ചെയ്യുന്നു, അത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അല്ലാണ്ട് വല്ലതും ചെയ്തോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഈ കാര്യം ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു? ആ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിച്ചു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് നമ്പർ ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് നമ്പർ ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് നമ്പർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2:32. അങ്ങനെയാണെങ്കിൽ 4 ഇവിടെ ആരുമായി റിലേറ്റ് ചെയ്യുന്നു? ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ഞാനത് അതിന്റെ തന്നിരിക്കുന്നതിന്റെ ഒരു സീരിയസ്നെസ് പറയുവാണ്. 2:32 എന്ന് വെച്ചാൽ 2:5 അല്ലേ? 2:5. അപ്പോൾ ഇവിടെ അതേ ലോജിക്ക് ഉപയോഗിക്കും. 4:5 എന്ന് പറയുമ്പോൾ എത്ര വരും? 1024 അല്ലേ വരുന്നത്. 4:5 എന്ന് വെച്ചാൽ 4 × ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 സ്ക്വയർ 2 സ്ക്വയർ 2 സ്ക്വയർ 2 സ്ക്വയർ 2 സ്ക്വയർ അതായത് 2:10 അല്ലെ? a/m × a/n a/m+n അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2:10. 2:10 1024 ആണെന്ന് അറിയാലോ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. എന്താണ് വരുന്നത്? ഇവിടുത്തെ ഉത്തരം 1024 ആണ്. അപ്പോൾ അനലോഗിയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യന്റെ ഒരു ടഫ്നെസ് ഇത്രയേ ഉള്ളൂ. അല്ല നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു വലിയ കട്ടി ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് ഗെയിൻ ഈസ് റിട്ടൺ ആസ്. ഇത് നോക്കൂ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഗെയിൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 14917. ഞാൻ ഇങ്ങനെ എഴുതുന്നു. അപ്പൊ ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞേ. ജിയുടെ പ്ലേസ് വാല്യൂ അല്ല 1. ജിയുടെ പ്ലേസ് വാല്യൂ പക്ഷെ എന്താണ്? 7 ആണ്. അപ്പൊ ഇത് ഇങ്ങോട്ടൊന്ന് ചിന്തിച്ചേ. എയുടേത് 1 ആണ്. ഐയുടേത് 9 ആണ്. എന്നിന്റെ 14 ആണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് റൈസർ തന്നെയാണല്ലോ വന്നേക്കുന്നതെന്ന് നോക്കൂ. റൈസർ നോക്കിയേ. റൈസർ RACER. റൈസറിന്റെ എന്താണ്? 1853118. 6ന്റെ 18 പിന്നെന്താണ്? എയുടെ 1, സിയുടെ 3, ഇയുടെ 5. കറക്റ്റ് ആണ്. അപ്പോൾ ഫ്രോസ്റ്റ് അല്ലേ? ഫ്രോസ്റ്റ് നമുക്ക് മാറ്റി എഴുതാം. എന്താണ്? ആദ്യം ടിയുടേത് വരണം. ടിയുടെ എന്താണ് പ്ലേസ് വാല്യൂ വരുന്നത്? ടിയുടെ പ്ലേസ് വാല്യൂ 20. പിന്നെ എസിന്റെ പ്ലേസ് വാല്യൂ വേണം. എസിന്റെ പ്ലേസ് വാല്യൂ എത്രയാണ് വരുന്നത്? 19. ഓയുടെ പ്ലേസ് വാല്യൂ എത്ര വരുന്നത്? 15. പിന്നെ ആറിന്റെ പ്ലേസ് വാല്യൂ 18. പിന്നെ എഫിന്റെ പ്ലേസ് വാല്യൂ 6. സോ ദ ആൻസർ ഈസ് 201915
186 ഈസ് ദ റൈറ്റ് ആൻസർ. കത്തിയായിരുന്നു നിങ്ങൾക്ക്? നേരെ അതായത് ഓർഡർ എഴുതിയതല്ല, മറിച്ച് ഫസ്റ്റ് ലെറ്ററിന്റെ പ്ലേസ് വാല്യൂ ലാസ്റ്റിലായിട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിമ്പിളായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. റാങ്കിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ റോ ഓഫ് സ്റ്റുഡൻസ് ആൾ ഫേസിങ് നോർത്ത്. എല്ലാ ആൾക്കാരും നോർത്ത് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ, VNS അറിയാമെങ്കിൽ നിങ്ങൾക്ക് നോർത്ത് കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. എല്ലാവരും നോർത്തിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അങ്കിത് ഈസ് 12th ഫ്രം ദി, ഇപ്പൊ ലെഫ്റ്റ് ഇതാണ് റൈറ്റ് ഇതാണ്, നോർത്ത് ആണിലോട്ട് വലിയ ഫേസ് ചെയ്തിരിക്കുന്നത്. അങ്കിത് ഈസ് 12th ഫ്രം ദി ലെഫ്റ്റ്. അങ്കിത് 12th ഫ്രം ദി ലെഫ്റ്റ്. പിന്നെന്താണ്, കാൽവിൻ 18th ഫ്രം ദി 18th. നമുക്ക് ഞാൻ ചുമ്മാ മാർക്ക് ചെയ്യുവാണ്. 18th ഫ്രം ദി റൈറ്റ്. 18th ഫ്രം ദി റൈറ്റ്. റൈറ്റിൽ നിന്ന് 18th ആണ് ആര്, കാൽവിൻ ഇരിക്കുന്നത്. ദെൻ എന്താണ്, കാൽവിൻ ബിക്കംസ് 14th ഫ്രം ദി റൈറ്റ്. അതായത് ഇഫ് ദെയർ പൊസിഷൻസ് ആർ സ്വാപ്ഡ്, പൊസിഷൻസ് സ്വാപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പം അങ്കിത് ഇടുന്നത് ആദ്യം ഇവിടെയായിരുന്നു, കാൽവിൻ ഇരുന്നത് ഇവിടെയായിരുന്നു. കാൽവിൻ ദാ ഇങ്ങോട്ട് മാറി, അതിന് ഞാൻ കേഡാഷ് കൊടുക്കുന്നു. അങ്കിത് ദാ ഇങ്ങോട്ട് പോയി. പൊസിഷൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തു. ഓക്കെ, ദെൻ കാൽവിൻ ബിക്കംസ് 14th ഫ്രം ദി റൈറ്റ്. അപ്പം കാൽവിൻ റൈറ്റിൽ നിന്ന് എത്രാമതായി, 14th പൊസിഷനിലെത്തി. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ റോ? അപ്പൊ നമ്മൾ ഇത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പൊസിഷന്റെ, നോക്കൂ, ഈ ഒരു പൊസിഷന്റെ ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ ഉണ്ട്, റൈറ്റിൽ നിന്നുള്ള വാല്യൂ ഉണ്ട്. അത് മാത്രം മതി നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ. ടോട്ടൽ കണ്ടുപിടിക്കുന്നത് ലെഫ്റ്റ് പ്ലസ് റൈറ്റ് മൈനസ് 1 എന്നുള്ള ഇക്വേഷനാണ്. അപ്പൊ T ഈസ് ഇക്വൽ ടു ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ എത്ര, 12, റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ എത്ര, 14, അതേ -1. അപ്പൊ എത്ര കിട്ടുന്നത് പറഞ്ഞേ, 26 - 1 നമുക്ക് എത്ര കിട്ടും, 25 ആണ് ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. എന്താണ് ഇക്വേഷൻ? ഒരു പൊസിഷന്റെ തന്നെ, ഇപ്പൊ ഈ ഒരു പൊസിഷന്റെ അവിടെ ആര് വരുന്നു എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്ന വിഷയമല്ല. ഒരു പൊസിഷന്റെ തന്നെ ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂം ഉണ്ട്, റൈറ്റിൽ നിന്നുള്ള വാല്യൂം ഉണ്ടെങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ട, ടോട്ടൽ സ്റ്റുഡൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സെലക്ട് ദ നമ്പർ ഫ്രം എമോങ് ദ ഗിവൺ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ ബി റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്ക് നോക്കാം എന്താണ്. 1, 3, 7, 15, 31, 63, then dash. നമ്മൾ ഇവിടെയും നമുക്ക് ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ 2, 4 എത്രയാണ്, 8, 16, 32. അപ്പൊ ഇവിടെ സംശയമൊന്നുമില്ല, 2ന്റെ ഇരട്ടി, 4ന്റെ ഇരട്ടി, 8ന്റെ ഡബിള്, 16ന്റെ 32. അപ്പൊ ഇവിടെ വരേണ്ടത് എന്താണ്, 32ന്റെ ഇരട്ടി 64. 64 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 64 ആഡ് ചെയ്യുമ്പോൾ 63 പ്ലസ് 64 നമുക്ക് കിട്ടുന്നത് 7. 127 ഈസ് ദ റൈറ്റ് ആൻസർ. 127 ആണ് ഉള്ളത്. ഓപ്ഷൻ ഇല്ലെങ്കിലും ഇത് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് പ്ലസ് മീൻസ് ഇൻറ്റു. അപ്പൊ ഞാൻ ഇതിനെ മാറ്റി അങ്ങോട്ട് എഴുതും. 642. ഇൻറ്റു മീൻസ് എന്താണ്, ഡിവിഷനാണ്. ഇൻറ്റു മീൻസ് ഡിവിഷൻ. 6 മൈനസ് മീൻസ് പ്ലസ് ആണ്. 4 ഡിവിഷൻ മീൻസ് മൈനസ് ആണ്. 25 പ്ലസ് മീൻസ് ഇൻറ്റു 4. അപ്പം നമുക്ക് 642നെ നമുക്ക് 6 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യണം. 6, 4, ഒരു 0, 2, 6, 7, 42. ഓക്കെ, 107 പ്ലസ് 4 മൈനസ് 25 ഇൻറ്റു 4 എത്രയാണ്, 25 ഇൻറ്റു 4 എത്രയാണ് ഒന്ന് പറഞ്ഞേ, 100. ഓക്കെ, ശരിയല്ലേ? 111 മൈനസ് 100, ഉത്തരം വരും 11 ആൻസർ. ക്ലിയർ ആയേ? അപ്പൊ സിമ്പിൾ ആയിട്ട് ഈ രീതിയിലുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരെണ്ണത്തെ മറ്റൊരെണ്ണത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ എന്താണെന്ന് ചോദിക്കുന്നു, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്സ് ആർ റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ ഇൻ 24 hours ഓർ ഇൻ എ ഡേ എന്ന് ചോദിച്ചാൽ ഇതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര ടൈംസ് ക്ലോക്ക് 90 ഡിഗ്രി ആംഗിളിൽ വരും? അപ്പോൾ 90 ഡിഗ്രി ആംഗിളിൽ വരുന്നത്
44 ടൈംസ് ആണ്, 44 ടൈംസ്. അതുപോലെ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നതും എത്രയാണ്? 44 ടൈംസ് ആണ്. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഓർത്തിരിക്കുക. ഹാൻഡ്സ് ടുഗദർ വരുന്നത് 22 ടൈംസ്, അതായത് ഒരുമിച്ച് വരുന്നത്. ഓക്കെ, ഓർത്തു വെക്കണം. ഹാൻഡ്സ് ഓപ്പോസിറ്റ് വരുന്നത് 22 ടൈംസ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ വേണേൽ ചോദിക്കാം, 0 ഡിഗ്രി ആംഗിൾ വരുന്നത് എത്ര ടൈംസ്? 22 ടൈംസ്. അതാണല്ലോ ഈ 0 ഡിഗ്രി ആംഗിൾ ആണല്ലോ എന്തെന്ന് പറയുന്നത്? ടുഗദർ എന്ന് പറയുന്നത്. ഹാൻഡ്സ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നതിനെ വേണമെങ്കിൽ 180 ഡിഗ്രി ആംഗിൾ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതും എന്ത് തന്നെ ആയിരിക്കും? 22 ടൈംസ്. ക്ലിയർ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം. 90 ഡിഗ്രി ആംഗിളിൽ 44 ടൈംസ്, സ്ട്രൈറ്റ് ലൈനിൽ 44 ടൈംസ്, ഹാൻഡ്സ് ടുഗദർ എന്ന് ചോദിച്ചാൽ 22 ടൈംസ്, ഹാൻഡ്സ് ഓപ്പോസിറ്റ് എന്ന് ചോദിച്ചാൽ 22 ടൈംസ്, 0 ഡിഗ്രി ആംഗിളിൽ 22 ടൈംസ്, 180 ഡിഗ്രി ആംഗിളിൽ 22 ടൈംസ്. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. രഞ്ജിത വാസ് ഫേസിംഗ് ടുവേർഡ്സ് ദി ഈസ്റ്റ്. നമുക്കൊന്ന് വരച്ചു നോക്കാം. VNS അറിയാമെങ്കിൽ VNS പഠിപ്പിച്ചിട്ടുണ്ട്. VNS ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്യുക, ഡൗട്ട് വരാതിരിക്കാൻ. എന്താണ്? രഞ്ജിത വാസ് ഫേസിംഗ് ഈസ്റ്റ്. രഞ്ജിത ഫേസ് ഈസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ബാക്കിയുടെ 35 മീറ്റർ, 35 മീറ്റർ കൊടുത്തു. ടേണിംഗ് ടു ലെഫ്റ്റ്, ഈസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങോട്ടല്ലേ ടേൺ ചെയ്യുന്നത്. എത്ര മീറ്റർ? 30 മീറ്റർ. ഓക്കെ, ദെൻ ഷീ വാക്ക്ഡ് 30 മീറ്റർ ആൻഡ് ടേൺ റൈറ്റ്. നോർത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുടെ റൈറ്റ് വെച്ചാൽ നമ്മുടെ റൈറ്റ് തന്നെ. എത്ര മീറ്റർ? 40 മീറ്റർ. ടു റീച്ച് ദ മെഡിക്കൽ ഷോപ്പ്. ഫൈനലി ഹി ടേൺ ടു റൈറ്റ്. വീണ്ടും റൈറ്റ് ചെയ്തു. എത്ര? 30 മീറ്റർ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങിയത്. ഇത്രയും 35 ആണ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ദിസ് ഈസ് 40. സോ 40 പ്ലസ് 35 ആണ് ആൻസർ. എത്രയാണ്? 75 മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിളായിട്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ ഇതിൻ്റെയൊക്കെ എന്തെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് വെൻ സീക്വൻഷ്യലി പ്ലേസ്ഡ് ഇൻ ദ ബ്ലാങ്ക്സ് ഓഫ് ദി ഗിവൺ സീരീസ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. അപ്പോൾ ഇതിന് ഓപ്ഷൻസ് തരണം. ഓപ്ഷൻസ് തന്നെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം പല ഓപ്ഷൻസ് ഇടുമ്പം അത് കറക്റ്റായിട്ട് വരും. ഇപ്പം ഞാൻ അതിനകത്ത് ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നേരിട്ട് അങ്ങ് തരികയാണ്. ഇപ്പം എ എന്തുവാണെന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഞാൻ ഓപ്ഷൻസ് അങ്ങ് തരുവാണ്. എ, ബി, ദെൻ എ, സി, എ. ഇപ്പൊ ഈ ഓപ്ഷൻസ് ഇട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നോക്കേ, ഓപ്ഷൻ ഇതാണ്. എ, ബി, എ, സി, എ, ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് കാണും. ഇപ്പൊ ഈ ഓപ്ഷൻ ഞാൻ ഇട്ട് കൊടുത്തപ്പം എ ബി സി എ, എ ബി സി എ, എ ബി സി എ, കണ്ടോ? ഇങ്ങനെ ഒരു പാറ്റേൺ വരുന്നുണ്ടോ? എ ബി സി എ, എ ബി സി എ, എ ബി സി എ, എ ബി സി. കണ്ടോ? ഒരു പാറ്റേൺ പോയതുണ്ടോ? ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസിനകത്തുള്ള ഓപ്ഷൻസ് എടുത്ത് ഈ ഡാഷ് വരുന്ന സ്ഥലങ്ങളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പാറ്റേൺ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. അതാണ് റൈറ്റ് ഉത്തരം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിനകത്ത് പലപ്പോഴും ഓപ്ഷൻസിലെ മൂന്നാമത്തോ നാലാമത്തെയോ ഓപ്ഷൻസ് വേണം നിങ്ങൾ ആദ്യം ഇട്ട് കൊടുക്കാൻ. പലപ്പോഴും ഒന്നാമത്തെ ഓപ്ഷൻ അവർ തരാൻ ചാൻസ് ഇല്ല. ലാസ്റ്റ് ഓപ്ഷനൊക്കെ ആയിരിക്കും ആൻസർ ആയിട്ട് വരാൻ ചാൻസ്. കാരണം ബാക്കിയുള്ളത് ഇട്ട് നമ്മുടെ സമയം കളയുക എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള ഉദ്ദേശം. അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ ഗേൾ സ്റ്റാൻഡ്സ് ഓൺ ദി ലോൺ ഫേസിംഗ് ദ ഈസ്റ്റ് ഡയറക്ഷൻ. ഷീ ടേൺ ആണ്. ഓക്കെ, ഫേസിംഗ് ദ ഈസ്റ്റ് ഡയറക്ഷൻ. ഷീ ടേൺസ് 45 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ആള് 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ട്രാവൽ ചെയ്തു. ഓക്കെ, ക്ലോക്ക് വൈസ് ട്രാവലിന്റെ പ്രത്യേകത ഇങ്ങോട്ടാണ് കേട്ടോ. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും, ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടുമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു 45 ഡിഗ്രി ട്രാവൽ ചെയ്തു. ഓക്കെ, ദെൻ ആൻഡ് 135 ഡിഗ്രി ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്നിട്ട് അവർ എന്ത് ചെയ്തു? ഇത്രയും 45 ഉണ്ട്, ഇത്രയും 90. അപ്പോൾ ഒരു 135 ഡിഗ്രി എന്ത് ചെയ്തു? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തു. ഓക്കെ, ദിസ് ഇസ് 135 ഡിഗ്രി. ഓക്കെ, അപ്പം 45ഉം ഈ 90 ഇത്രയും 90 ഉണ്ട്, ഇത് 90 അല്ലേ? ഈ 90 കൂടെ വരുമ്പോൾ 135 ഡിഗ്രി. ആന്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ തിരിച്ചാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. വിച്ച് ഡയറക്ഷൻ ഈസ് ഫേസിംഗ് നൗ? അപ്പൊ ഇത് എന്ത് തർക്കമൊന്നുമില്ലല്ലോ, നോർത്ത് അല്ലേ? കാരണം ദിസ് ഈസ് VNS ആണ്,
NS ആണ്. സോ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്തപ്പോൾ ഇപ്പോൾ ഈ ഡയറക്ഷൻ എത്തി. അപ്പോൾ ഏതാണ് ഡയറക്ഷൻ? നോർത്ത് ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിളായിട്ട് കിട്ടിയില്ലേ? ഇത് അടുത്ത ക്വസ്റ്റ്യൻ. In the given figure, which letter represents those actors who are also dancers, singers as well as violinists? സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് മൂന്നും കൂടെ ഉൾപ്പെടുന്നതല്ലേ. ആക്ടേഴ്സ് ആയിരിക്കണം, ഹു ആർ ഡാൻസേഴ്സ് ആയിരിക്കണം, ഹു ആർ സിംഗേഴ്സ് ആയിരിക്കണം, ആസ് വെൽ ആസ് എന്തും ആയിരിക്കണം, വയലിനിസ്റ്റും ആയിരിക്കണം. അതായത് ഈ 4 ഫിഗർ കൂടെ കയറി വരുന്ന റീജിയൻ. അപ്പോൾ ഈ ഒരു റീജിയൻ ആയിരിക്കത്തില്ല ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഈ ക്യൂ എന്ന് പറയുന്ന റീജിയൻ. നിങ്ങൾ നോക്കൂ, അതിനകത്ത് സർക്കിളും ഉണ്ട്, ട്രയാങ്കിളും ഉണ്ട്, റെക്റ്റാങ്കിളും ഉണ്ട്, സ്ക്വയറും കയറി വരുന്നുണ്ട്. ഈ ഒരു റീജിയൻ അല്ലാതെ ഇത് 4 കൂടെ കയറി വരുന്ന വേറെ ഒന്നുമില്ലല്ലോ. സോ ദ ആൻസർ ഈസ് ക്യൂ. ദ ഗിവൺ ഫിഗർ വിച്ച് ലെറ്റർ, ഏത് ലെറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യൂ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇപ്പം ഞാൻ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സസ്, ബേസ് ക്ലാസ്സസ് കൃത്യമായി കണ്ടുപിടിക്കുക. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ചെന്നൈ സോണിൻ്റെത് വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അനാലിസിസ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഒരു കാര്യം മറക്കണ്ട, ഞാൻ പറഞ്ഞു SSCയുടെ മാത്സിൻ്റെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്. അത് ബേസിക് ക്ലാസ്സുകളാണ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും എല്ലാം രേഖപ്പെടുത്തുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.